ഫ്രണ്ട്സ്, ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. സവാള നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാം. ഈ സൂത്രം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി, അത് വെള്ളത്തിൽ 6 മണിക്കൂർ കുതിർത്തതാണ്. ഇനി ഒരു മിക്സർ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മുട്ടയുടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല. അത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അരിപ്പയിൽ കൂടെ അതൊന്ന് അരിച്ച് പാത്രത്തിലോട്ട് ഒഴിക്കുന്നുണ്ട്. അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രീസറിൽ ഇരുന്നതായതുകൊണ്ട് തണുപ്പ് പോകാനായിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും ബാക്കിയുള്ള പച്ചരിയോടെ മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് ഈ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് അരിച്ചെടുത്തിട്ട് അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് തൂത്തിട്ടേക്കുന്നതാണ്. ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ കോരി ഒഴിക്കുന്നുണ്ട്. 2 തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൊടുക്കുന്ന സമയത്ത് ദോശക്കല്ല് എല്ലായിടത്തും ആകാനായിട്ട് നമുക്കൊന്ന് ദോശക്കല്ലൊന്ന് അനക്കി ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ആ മാവായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തത് വെന്ത് വരുന്ന സമയത്ത് ആ കല്ലേന്ന് വിട്ട് വരുന്നതായിട്ട് കാണാം. അങ്ങനെ അതാണ് കറക്റ്റ് പാകം. അതിന് തിരിച്ചിടേണ്ടതായിട്ടില്ല, ആവശ്യമില്ല. നമുക്കിത് ഇതുപോലെ മടക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കോരി ഒഴിച്ചുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അടച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആവിയിൽ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നമ്മളൊക്കെ തുറന്ന് രാവിലെ എന്തുണ്ടാക്കുമെന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണിത്. ഇതിൻ്റെ കൂടെ ബീഫ് കറി, മുട്ടക്കറിയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അപ്പോൾ ഞാൻ അരിയുടെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയുടെ പാത്രത്തിലോട്ട് ഞാൻ ഈ ഇലയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് അരിയിൽ ഒരുപാട് ചെള്ളും വണ്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം അങ്ങനെയുള്ള ചെള്ളുകളൊന്നും ഉണ്ടാകത്തില്ല. അരിയൊക്കെ നമ്മൾ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതിനകത്ത് ചെള്ളം വണ്ടും ഒക്കെ ഉണ്ടാകാറുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, ഇപ്പോൾ ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഇതുപോലൊന്ന് നമുക്ക് മുറിച്ച് കളയാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉണങ്ങിയിരിക്കുന്ന തൊലിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ മുറിച്ച സവാളയുടെ അവിടെ നിന്ന് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിലോട്ട്. ഈ രീതിയിൽ നമുക്ക് ഹോൾ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു നാഫ്തലിൻ ബോളാണ്. നാഫ്തലിൻ ബോൾ ഒരു പേപ്പറിലോട്ട് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. പൊടിച്ചെടുത്തിട്ട് സവാളയിൽ നമ്മൾ കുഴി ഉണ്ടാക്കിയെടുത്തോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്ന ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പം ഒരു തണ്ട് എടുത്തിട്ട് അതിൽ നിന്ന് ആ എല്ലാം വലിച്ചൂരി എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കത്രി ഉപയോഗിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന കുറച്ച് ഗ്രാമ്പു ആണ്. അപ്പോൾ ഗ്രാമ്പു ഞാൻ മിക്സർ ജാറിൽ ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന ഒരു കോട്ടൺ ബോളാണ്. അപ്പോൾ അതൊന്ന് നിവർത്തി ഒരു തിൻ ഷീറ്റായിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് വെട്ടി വെച്ചിരിക്കുന്ന ആ ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് ഒരു തിരി കണക്കെ ആക്കിയെടുക്കാം. എടുത്തിരിക്കുന്ന ആ കോട്ടൺ ഒരു 3ആയിട്ട് നല്ല നീളം ഉണ്ടായിട്ട് 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
3 തിരിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു തിരി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സവാളയുടെ ആ കുഴി ഭാഗത്തോട്ട് ഇത് ഇറക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഉള്ള ഒരു ഓയിലാണ്, റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് അങ്ങനെയുള്ള ഓയിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതൊരു മെഴുകുതിരി ഉപയോഗിച്ചൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് സന്ധ്യാസമയത്ത് ഭയങ്കര ഈച്ചയുടെയും കൊതുവിൻ്റെയും ഒക്കെ ശല്യമായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് നമുക്ക് വൈകിട്ട് സന്ധ്യാസമയത്ത് ഇതുപോലൊന്ന് കത്തിച്ച് വെച്ചാൽ കൊതുവും പ്രാണികളും ചെറു പ്രാണികളും ഒന്നും അവിടോട്ട് അടുക്കത്തേ ഇല്ല. കത്തിവയ്ക്കുമ്പോൾ ആ നാഫ്തലിൻ്റെ സ്മെല്ലും അതുപോലെ സ്പൈസസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പ്രാണികൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്തോട്ടൊന്നും അടുക്കത്തേ ഇല്ല. നമുക്ക് ഇതുപോലൊന്ന് കത്തിച്ച് വെച്ചാൽ ഇപ്പോൾ കൊതുകിനെയൊക്കെ ഒഴിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത്. തീർന്നു പോകുന്ന അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കത്തിച്ച് വെച്ചാൽ മതിയാവും. അപ്പോഴത്തെ തന്നെ കൊതുകുകളൊക്കെ പരിസരത്ത് പോലും പിന്നെ വരത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓഫാകി തീ ഊതിയിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ നമുക്ക് കത്തിക്കാവുന്നതാണ്. ഇത് തന്നെ ഉപയോഗിക്കാം. അങ്ങനെ ഒരാഴ്ചയോളം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതൊരു അരമണിക്കൂർ ഇത് കത്തിച്ചിട്ടുണ്ട്. ബാക്കി ഞാനിത് തീ ഓഫാക്കിയിട്ട് ഇനി അടുത്ത ദിവസം കത്തിക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വൈകിട്ട് സന്ധ്യാസമയത്ത് കൊതുകിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ചെറു പ്രാണികളെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുതേ. തിരികെ ഞാൻ എടുത്തു വെക്കുന്നുണ്ട്, ഇതുപോലെ കത്തിക്കാനായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. ശർക്കരയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പം ഭയങ്കര ഹാർഡായിട്ടുള്ള ശർക്കര ആയിരിക്കും. അപ്പോൾ ശർക്കര ഒന്ന് ചീക എടുക്കാനാണെങ്കിൽ തന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട്. ആ പാനിലോട്ട് നമ്മുടെ ശർക്കര എടുത്ത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തീ കൂടിയതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മെൽറ്റ് പോയത്. അത് തീ സിമ്മയിലിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് തിരിച്ചും വെച്ചിട്ട് ആ ശർക്കര ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശർക്കര കിട്ടും. നമുക്ക് എന്നിട്ട് നന്നായിട്ട് അത് ചീകി എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ തീ കൂട്ടി വെച്ചുകൊണ്ടാണ് അത് മെൽറ്റായ പോലെ കാണുന്നത്. എന്നിട്ട് വേണ്ട ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചാണ് അത് ഉടച്ചെടുക്കുന്നത്. ടിപ്പ്, നമ്മൾ ഉടച്ചു വെച്ച ആ ശർക്കരയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ആ സവാളയുടെ ആ ചുരണ്ടിയ പാട്ടുകൂടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തിരുമ്മിയ തേങ്ങയുടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ടിപ്പ്, നമ്മൾ ഉടച്ചു വെച്ച ആ ശർക്കരയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ആ സവാളയുടെ ആ ചുരണ്ടിയ പാട്ടുകൂടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തിരുമ്മിയ തേങ്ങയുടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്തിട്ട് വേറൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. ആ ചിരട്ടയിലോട്ട് പാതി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് എലി വരുന്ന സ്ഥലത്ത് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ എലി ഇത് വന്ന് കഴിക്കുകയും ശർക്കരയുടെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് തേങ്ങയുടെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് എലി വന്ന് കഴിക്കും. കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഉള്ളി ചേർത്തിട്ടുണ്ട്. ഉള്ളി ഒട്ടും എലിക്ക് ഇഷ്ടമില്ല. അത് ഉള്ളി ചെന്നാൽ തന്നെ അതിന് പരവേശെടുക്കുന്നതും അതുപോലെ എലിക്ക് അനീമിക്കായിട്ടുള്ള പ്രോബ്ലമൊക്കെ ഉണ്ടാകും, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലമൊക്കെ ഉണ്ടാകും. അങ്ങനെ വന്നിട്ട് എലി ചത്തു പോകുന്നതിന് കാരണമാകും. അതുപോലെ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ എലിക്ക് ഭയങ്കര ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ എലി ചത്തുപോകും, പിന്നെ ആ സ്ഥലത്തോട്ട് തന്നെ വരുത്തുമില്ല. അങ്ങനെ നമുക്ക് ഈ മഴക്കാലത്ത് എലിയൊക്കെ ഓടിക്കാനും പറ്റിയ നല്ല ടിപ്പ് തന്നെയാണിത്. മഴക്കാലത്ത് സവാളയിലെ ഈർപ്പം കാരണം പെട്ടെന്ന് അത് അഴുക്കായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഗ്യാസ് കത്തിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിറകടുപ്പിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തോ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സവാളയിലെ ഈർപ്പം വലിച്ച് എടുക്കുകയും അത് ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് സവാള കുറേ നാൾ അത് അഴുക്കാകാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ടിപ്സും റെസിപ്പിയും ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക.
അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.